ഹേനെടുക്കാം വാ 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 കേറ് 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 കേറേ ഗൈസ് എല്ലാവർക്കും ഇതായോ നെറ്റ് വന്നോ തിരിച്ചു വന്നോ എടാ എനിക്ക് ഭയങ്കര ലാഗും ഇതൊക്കെ ഗൈസ് ഇത് എന്തൊരു കഷ്ടം പറയടാ പറ ഇപ്പൊ കേരളത്തിലുള്ള ഇവിടത്തെ ഇതില് എല്ലാം ഡൗൺലോഡ് ആവേണ്ട FPS ഡ്രോപ്പ് അടിക്കും അസറ്റ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോ FPS ഡ്രോപ്പ് അടിക്കും. എടാ എനിക്ക് ഇതൊന്ന് പറഞ്ഞു തന്നെ ഓ എന്തോ ഹായ് ഇതാരായിരുന്നു അയ്യോ എന്റെ ആവണി പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ ഓരോ ദിവസം ഇങ്ങനെ ലുക്സ് മാറ്റിക്കൊണ്ടിരിക്കുവോ ആവണിക്ക് നീ എന്ത് സാധനം കൊണ്ടുവന്നേക്കുന്നത് ആവണി ഇങ്ങോട്ടോ ആവണി ഇങ്ങോട്ടോ വേറൊരു പാൻറ്റിടാ നീയൊക്കെ ഒന്ന് ശ്വാസം വിടാ സമയം തടാ പാൻറ്റിടാ പാൻറ്റ് പിന്നാണെങ്കിലും മാറാം ഈ പെണ്ണ് പിന്നെ വരുമോ അവൻ്റെയൊക്കെ ഐസൻ പ്രപ്പോ താങ്ക് യു സോ മച്ച് സ്പോൺസർഷിപ്പ് ഹലോ சொல்லாமணி நீங்க அன்னைக்கு சொன்னீங்க இல்லையா அவங்க வந்து ப்ரப்போஸ் பண்ணுவாங்கன்னு சொல்லி ஆக்சுவலி நேத்துக்கு தண்ணி அடிச்சிட்டு வந்து ப்ரப்போஸ் பண்ணினாரு ആര് ബാബുവാ അയ്യോ അവന്റെ പഴയ കാമുകിയുടെ അടുത്ത് ഇറക്കിയ സെയിം സാധനം അതേപോലെ ഇറക്കിയല്ലേ വെള്ളം അടിച്ചിട്ട് അതിട്ട് അഭിനയിച്ചിട്ട് നേരെ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ അയ്യോ ഇത് തന്നെ അവന്റെ സ്ഥിരം പരിപാടി ഈ വട്ടം ഗ്രാമണിയുടെ അടുത്തെങ്കിലും അതൊന്ന് മാറ്റുമെന്നാ ഞാൻ വിചാരിച്ചേ ആ സെയിം സാധനം ഇറക്കിയല്ലേ ഈ വട്ടോ എന്നിട്ട് എന്ത് പറഞ്ഞു അവണി நான் எதுவும் சொல்லல நான் தண்ணி அடிச்சு சொல்றேன்னு சொல்லி அங்க இருந்து கிளம்பிட்டு அவனை ஆத்துல கொண்டு விட்டுட்டு അവനെ മീൻസ് അവന്റെ സ്ഥിരം പരിപാടിയാണ് വെള്ളവടി എന്ന് പറയുന്നത് അവന്റെ സ്ഥിരം പരിപാടിയാണ് അവനെ അല്ലാതെ കാണാൻ രാത്രി പറ്റത്തില്ല വൈകുന്നേരം 6 മണി ആയാൽ ബിവറേജിന്റെയോ ബാറിന്റെയോ ഫ്രണ്ടിലുണ്ടാവും ഇവിടെ இல்ல ஆனா அவர் குடிக்க மாட்டாரு சொன்னாரு எல்லாரும் ஏதோ ஃபோர்ஸ் பண்ணி குடிக்கணும் അവൻ കുടിക്കത്തില്ല അവനിങ്ങനെ സാധാരണ ഇങ്ങനെ സാധനം ഇങ്ങനെ ബിവറേജിൽ പോയി സാധനം മേടിച്ചിട്ട് വലിയ ചെമ്പിനകത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് നക്കി കുടിക്കും അതാണ് അവന്റെ മെയിൻ പരിപാടി അതായത് കുടിക്കത്തില്ല അവൻ അല്ല ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന പരിപാടി അവനില്ല അവനിങ്ങനെ കമന്ന് വീഴും അതായത് മറ്റേ അണ്ടാവിനകത്ത് നിറച്ചിട്ട് അതിനകത്ത് നീന്തി കളിക്കുക അതൊക്കെയാണ് അവന്റെ പരിപാടി അല്ലാതെ അവൻ ചെറുതായിട്ട് കുടിക്കൂല ആരും നിർബന്ധിക്കണ്ട ഒന്നും നിർബന്ധിക്കണ്ട വൈകുന്നേരം 9 മണിയാവുമ്പോ ബാറിന്റെ പറഞ്ഞാൽ മതി അവൻ അപ്പ ഷെയർ ഇടും അങ്ങനത്തെ ഒരുത്തനാണ് അവൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ കുട്ടി ഇത്ര നാളായില്ലേ ഞാൻ അതാ പറഞ്ഞ ஏதோ தண்ணி அடிச்சு எல்லாருமா എന്തോ കേട്ടില്ല இல்ல on the way வரும்போது தான் ப்ரப்போஸ் பண்ணினாங்க அவங்க ഓൺ ദ വേ വരുമ്പോഴത്തെ പ്രപ്പോസ് പണിയല്ലേ ഇതൊരു സ്ഥിര സ്ട്രാറ്റജിയാണ് കുട്ടി അത് കാണാത്തോണ്ടാണ് കുട്ടി അതിൽ വീണ് പോരുന്നെന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ இந்த மாதிரி ஏதாவது பண்ணுவான் ஆனா அதுல வீழக்கூடாதுன்னு சொல்லி അവൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും അതിലൊന്നും ആവണി വീഴരുതെന്നാണ് എന്റെ അഭിപ്രായം இல்ல நான் இருந்தாலும் நான் உங்களை ரிஜெக்ட் தான் பண்ணுவேன் ஏன்னா எனக்கு என்னோட எல்லாரும் டூ லைக் गाइस முக்கியம் ஐயோ ஆவணி வெള്ളം ഉണ്ടോ വെള്ളം தண்ணி இருக்கு BWD user bro thank you so much for 40 rupees ഗൗതം ഗിരി ബ്രോ thank you so much for 40 ആയണ സുഖമാണോ സുഖം ബ്രോ സുഖം சாப்பாடும் கொடுத்து சாப்பாடு ഉണ്ടല്ലേ thank you ആവണി ഞാൻ அப்புறமா பாக்குறேன் நீங்க பிஸியா எனக்கு கொஞ்சம் டியூட்டி எடுக்கணும் ഡ്യൂട്ടി എടുത്തിട്ടോ ബൈ ഒഴിവാക്കി കേട്ടാ എന്നെ തിന്നുന്ന സമയത്ത് നൈസായിട്ട് തന്നെ ഒഴിവാക്കിയിട്ട് പോയി കേട്ടാ ഫുഡ് ചോദിക്കണ്ടായിരുന്നു തെണ്ടിയെ പോലെ തോന്നിക്കാണും ഇത് കുറച്ച് കൂടുതൽ കേറും ഇത് ഇപ്പൊ എടുക്കല്ലെന്നാണ് പറഞ്ഞേക്കണം ഏത് ഈ വണ്ടിയോ
ആ ഈ വണ്ടി 300 കയറും. ഈ വണ്ടി എടുക്കലെന്നാ പറഞ്ഞേക്കുന്നത്. എടാ സ്പീഡ് കുറച്ചോട്ടെ, ഹാൻഡിലിങ് കൊണ്ട് കളയരുത്, അത്രേ പറയാനുള്ളൂ എനിക്ക്. ആ ഹാൻഡിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഈ വണ്ടിയുടെ 300 കയറും. കണ്ട ഇപ്പൊ കണ്ട 285 അല്ലല്ല വെളിയിൽ വണ്ടി ഇരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. വാ. സത്യം ഭയങ്കര വലുപ്പമല്ലേ അവൻ. ഞാൻ ആലോചിക്കണേ മറ്റേ മല്ലു ട്രാവലർ പണ്ട് പറഞ്ഞില്ലേ ഇതിലിരുന്ന് വേറെ വണ്ടിയൊക്കെ നോക്കുമ്പോ ഓൾട്ടോ ഒക്കെ ചെറുതായിട്ട് തോന്നുന്നു. അതുപോലാണ് സത്യം പറഞ്ഞ ജോക്കി. വെൽക്കം ശ്രീ. ഓജിയുടെ ഫുൾ ഫോം എനിക്കറിഞ്ഞൂടാ. എന്താടാ രായ വണ്ടി കയറിയില്ലേ? രായ എവിടെ? രായ ഓക്കെ ഒറാങ്കുട്ടനൊന്നും അല്ല, ഔട്ട്ലോ ഗാങ്സ്റ്റേഴ്സ് എന്നാണ് ബോർഡെന്ന്. അതാര്? സത്യം നമ്മുടെ തലവട്ടം കാണുമ്പോ എപ്പോഴാണ് ഐശ്വര്യം. അതെ ശരിയാ. ഇന്നലെ ഒരെണ്ണം ലോറിക്കകത്ത് കെട്ടിത്തൂക്കി കൊണ്ടുപോയായിരുന്നു. തലവെട്ടമല്ല, നിന്റെ ചന്തി വെച്ചപ്പോ ആ വണ്ടിക്കകത്ത് നിന്റെ ചന്തി എന്ന് പറഞ്ഞു അന്ന് തൊട്ട് പോയതാണ് ആ വണ്ടി. ഞാൻ ലാസ്റ്റ് അതായത് ലോറിക്കകത്ത് കയറി പോണത് കണ്ട് ചങ്ക് പടഞ്ഞാ തിരിച്ചു വീട്ടിൽ വന്നേ. മറ്റേ കൊച്ചി രാജാവ് പോലെ രണ്ട് ഓണൊക്കെ അടിച്ചു വിട്ടു. എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. സരക്കെ ഇവന്മാരെ ഒന്നും ഒരു കാലത്തും വിളിക്കല്ലടാ വീട്ടിലോട്ടൊന്നും സരക്കെ. ഞാൻ ഇപ്പോഴേ പറയാ, ഞാൻ നിർത്തി. ചെലവ് കുറവല്ല. 1000 രൂപ അങ്ങോട്ട് അയച്ചിട്ട് അവിടെ തന്നെ ആഘോഷണം പറയും. ഇതാണോ ഹോസ്റ്റേജ്? ഹലോ അയ്യോ അല്ലേ സിറ്റി കത്തിയോ? ഹലോ സിറ്റി കത്തിയോ? എനിക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. എനിക്കൊന്ന് ഇൻസ്റ്റയിലെ മുരളീരൻ ജനക്കണിന്റെ കൂടെ ഒരു ഫോട്ടോ ഇടണമെന്നൊരു ആഗ്രഹമുണ്ട് ഇൻസ്റ്റയില്. ആണോ? ഓ താങ്ക് യു. അതെന്താ പ്രത്യേക ചുണ്ടനായി കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞ് വന്നോണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം. പെട്ടെന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരെ കൂടെ നിന്ന് നമ്മള് ഫോട്ടോ എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ജീവിക്കുന്നത്? മാത്രമല്ല മുരളിയുടെ തലയുടെ ബാക്കിൽ ഒരു 1000 ഓട നിപ്പുണ്ട് കേട്ടോ. ഓ ബാബു ഞാൻ പറയാം, ഗ്രോസ ഒരു 15 ഗ്രോസ് ഒക്കെ 13 കോടി. എന്തോ വലുത് മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കേട്ടാ, എന്തോ വലുത്. ബാബു ഒരു മിനിറ്റ് ഒന്നിങ്ങോട്ട് വരണേ. അല്ല വേണ്ട, റേഡിയോയിലായിട്ട് പറയാം. എടാ ഹുഡി ബാക്കിയുള്ളവർ ഇടല്ലെന്ന് പറഞ്ഞല്ലേ മൈൽസേ? മൈൽസേ ബാബു ഹുഡി ലീഡർക്കും കോ ലീഡർക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. ഹുഡിയെ ഒരു കാര്യം അല്ല മുരളി നീയാണ് എന്റെ മുരളി. ഒരു മിനിറ്റ് മുരളി എടുത്ത് സംസാരിച്ചോട്ടെ. മുരളിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം ഓർമ്മ ഉണ്ട്. എന്താണ് ബാബു? മറ്റേ ആര്യ എന്ന് പറയുന്ന കുട്ടിയെ വലിച്ചു കീറി തേച്ച് കഴിഞ്ഞാ മറ്റേ അണ്ടിഗ്ലീഡ് കോലീഡർ കുറച്ചു കാലമായി മുരളി പറഞ്ഞിട്ട്. എനിക്ക് കോലീഡർ ആവണ്ട മുരളി, പക്ഷെ ഈ കോലീഡറിന്റെ പ്രിവിലേജ് എങ്കിലും കുറച്ച് തന്നൂടെ? ഈ ഫുഡിലും
ചട്ടിയിലുമെങ്കിലും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ കോലീഡർ ആക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാ. അല്ല എനിക്ക് വേണ്ട, അത് കുഴപ്പമില്ല. ഞാൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാ. അപ്പോഴാണ് ഗുലാൻ ആക്റ്റീവായി കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റെടുത്ത് ചെയ്ത് സരക്ക് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് 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 നിന്റെ കയ്യിലാണത്, മനസ്സിലായ? അത് നീ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീയാ ബാബു. അത് പറയാതിരിക്കാൻ വയ്യ, എൻ്റെ മനസ്സിൽ നീയാ അത്. അതെനിക്ക് വേറെ മനസ്സിൽ എന്നെ കണ്ടൂടെ? എനിക്ക് പക്ഷേ ഞാൻ വെടിവെക്കാനും ഇറങ്ങുന്നില്ല, കുട്ടിയെങ്കിലും ഇട്ടോട്ട് മള്ളി. പക്ഷേ ബാക്കിയുള്ളവന്മാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഈ എംബോക്കി എന്താ ഇതിട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടി ഇല്ല. മള്ളി ഞാൻ ഊരിക്കോളാം, ഞാൻ ഊരിക്കോളാം മള്ളി, വേണ്ട ഒരു പ്രശ്നമില്ല, ഞാൻ ഊരിക്കോളാം. കുഴപ്പമില്ല, എനിക്ക് വേണ്ട, ഞാൻ ഡീസൽ ഒരെണ്ണം ചോദിച്ച അപ്പ ചാടിക്കേണ്ടി വന്നോളും. അവന്മാരിപ്പോ എന്തായാലും വരട്ടെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വരട്ടെ, ബാക്കി അന്നേരം നോക്കാം. ബാബു ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ എനിക്കിപ്പോ കണ്ണടച്ചാൽ ഇപ്പൊ കോലീഡറായിട്ട് മൂന്ന് പേരുടെ മുഖമാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. പക്ഷെ നമ്മൾ 4 പേര് കോലീഡർ ഉണ്ട്. അതായത് സരക്ക്, രായൻ, ചന്ദ്രൻ, പിന്നെ നമ്മുടെ ഒരാളുണ്ടായിരുന്നല്ലോ, സരക്ക്, ചന്ദ്രൻ, രായൻ, ഞാൻ ചന്ദ്രൻ. ചന്ദ്രൻ പിന്നെ നമ്മുടെ ഗുലാന്റെ കാര്യം. ഇവരുടെ 4 പേരുടെയാണ് കോലീഡർ എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് ബാബു, അറിയാം. അപ്പം നമ്മളത് ഇത്രയും അല്ലല്ലോ നമ്മള് അങ്ങനല്ല ഞങ്ങൾ ഈടാ ഈ ഹൈറാർക്കിയുടെ കാര്യം സെറ്റ് ചെയ്യുമായിരുന്നല്ല സരക്ക്. അപ്പൊ നമ്മൾ അത് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ അതനുസരിച്ചുള്ള രീതിയിലല്ല ഇത്ര നാൾ നമ്മൾ പൊക്കോണ്ടിരുന്നേ. അപ്പൊ നീ പെട്ടെന്ന് ഇപ്പൊ ഇതെടുത്തിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മീൻസ് അത് ആ ഒരു ഇത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഊരിടുന്നതാണ് നല്ലത് ബാബു. ഊരിക്കോ. അവര് വന്നോ? പിന്നെ മറ്റേ ഇല്ല കേസ് കൂടി പറഞ്ഞേക്കണേ. പിന്നെ മെമ്പേഴ്സ് ഇവിടെ പെമ്പിള്ളേരായിട്ട് റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ സസ്പെൻഷൻ കൊടുക്കും എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞായിരുന്നു ബാബുവിന്റെ അടുത്ത്. അതൊന്നും പറഞ്ഞായിരുന്നു. മെമ്പേഴ്സിന് മാത്രം. പിന്നെ പുതിയ അപ്ഡേറ്റ് നമ്മുടെ റൂൾ ബുക്കിൽ പുതിയ അപ്ഡേറ്റ് വന്നത് കണ്ടായിരുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു. പുതിയ മെമ്പേഴ്സ് ആയിട്ടുള്ളവരെ ഇവിടെ റിലേഷൻഷിപ്പിലായെന്ന് അറിഞ്ഞാൽ ഗ്യാങ്ങിന് പുറത്താണ് ഇനി തൊട്ട്. അത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അല്ല, റിലേഷൻഷിപ്പ് ആയാലോ ആയെന്നറിഞ്ഞാൽ എന്താണേലും നമ്മൾ ഇതുവഴിയെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ ഗ്യാങ്ങിന് പുറത്താണെന്നുള്ളൊരു ചെറിയ റൂള് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് ബാക്കിയുള്ള മെമ്പേഴ്സിനും റിലേഷൻഷിപ്പ് ഉള്ളവരെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ ചൂണ്ടിക്കാണിച്ചൂടെ? കാണിക്കാം. എന്താണ് പറ? അല്ല മമ്പത്തൂര് വെച്ച് ഈ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന പയ്യന്മാരോടാണ് ഗേൾസിനോടുള്ളതാണോ? ആമ്പിള്ളേരാണ് കുഴപ്പമില്ല. ഫ്ലഫി മാന്യമായി സംസാരിക്കണം കേട്ടല്ലോ. കേട്ടില്ല, കണ്ടില്ല. വണ്ടി ഇറക്കിയത് പത്രത്തില് എന്ത് എനിക്ക് കാണുന്നില്ല. അതെന്ത് കാർണേജ്? ഈ പത്രക്കാര് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി നടക്കുക. പിന്നെ നമ്മള് ലോസ് ആന്റോസിലല്ലേ നമ്മള്. ചരക്ക് അവൻ്റെ അടുത്തോട് പറഞ്ഞേക്കാം, വെറുതെ നമ്മൾ ഡിസ് എടുക്കുമ്പോ അവന് സരക്കേ എടാ ബാബുവിന് ഭയങ്കര വിഷമോടാ. ബാബുവിന് ഒരു പെണ്ണിന്റെ കേസിൽ ഒരു ഇതുമില്ല. പെണ്ണിന്റെ കേസിൽ ഒരു ഇതും കൊടുക്കില്ല അവന്. ഹുഡി ഇടാൻ സമ്മതിച്ചേക്കാം. അത് കൊടുത്തേക്കാം. വെറുതെ എന്തിനാ ബാബുവേട്ടന്റെ ബാബുവേട്ടന്റെ എവിടെ ഉണ്ട്? ബാബു നീ ആ ഹുഡി ഇട്ടോ, ആരും ചോദിക്കുന്നില്ല.
മുള്ളി സത്യം സത്യം. മുള്ളി എന്റെ നൈറ്റ് റേറ്റ് ഓടിച്ചോളൂ. എന്റെ മനസ്സിൽ TVAക്ക് 3 കോലീഡറേ ഉള്ളൂ. അതൊന്ന് ബാബുവും, ഒന്ന് സരക്കും, ഒന്ന് രായനുമാണ്. ആ, മുള്ളി, മുള്ളി ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. മുള്ളി ഞാൻ സോറി കേട്ടോ. അണ്ണാ സരക്കൂടെ പറഞ്ഞിട്ടാണ് ആ ഡിസിഷൻ ഞാൻ എടുത്തത്. ആ ഇത് കുഴപ്പമില്ല അത് ഓക്കേ. കുഴപ്പമില്ല ഞാൻ ഒരു കാര്യം ബാക്കി കാര്യത്തില് മാറ്റമില്ലെന്ന് ബാക്കി ഒരു കാര്യത്തിൽ ഒരു മാറ്റമില്ല കേട്ടോ. ട്രോക്സിൻ ബ്രോ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് 29. ജിത് വി ബ്രോ